നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാർബൺ ബ്രഷസ്, ബ്രഷ് ഹോൾഡേഴ്സ്, കമ്മ്യൂട്ടേറ്റേഴ്സ് എന്നിവയെക്കുറിച്ചാണ്. ഈ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് DC മെഷീൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ്. പിന്നെ DC മെഷീൻ പ്രീ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഫോൾട്ട് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം, DC മെഷീൻ എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യാം, അത് ഓവർഹോൾ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നു. അതുകൂടാതെ DC മെഷീൻ സർവീസ് ചെയ്ത് അതിന്റെ കാർബൺ ബ്രഷസ്, ബ്രഷ് ഹോൾഡേഴ്സ്, കമ്മ്യൂട്ടേറ്റർ എന്നിവ പഠിക്കുന്നു. അത് സർവീസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. DC മെഷീന്റെ റീഅസംബിളിങ്ങും അതിന്റെ ടെസ്റ്റും നമ്മൾ പഠിക്കുന്നു. DC മെഷീൻ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കുന്നു. ഇതുകൂടാതെ DC മോട്ടറിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മളത് നെയിം പ്ലേറ്റിൽ നോട്ട് ചെയ്ത് വെക്കും. ഈ DC മോട്ടർ നിങ്ങൾ നോക്കുക, ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. 1. ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ, 2. സിംറ്റം ഓഫ് ബേൺ, 3. ബേണിംഗ് സ്മെൽ, 4. ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങൾ, 5. ലൂസ് കണക്ഷൻ. ഇതെല്ലാം നമ്മൾ ഒരു ടേബിളായി റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ വളരെ ഫ്രീ ആയിരിക്കുന്നത്. ബേണിന്റെ സിംറ്റംസ് കാണപ്പെടുന്നത് ആർമച്ചർ, ഫീൽഡ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ് അല്ലെങ്കിൽ ടെർമിനൽ ബ്ലോക്കിലായിരിക്കും. ബേണിന്റെ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കാണപ്പെടില്ല. ഇനി ബേണിംഗ് സ്മെൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആർമച്ചർ, ഫീൽഡ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ് അല്ലെങ്കിൽ ടെർമിനൽ ബ്ലോക്കിൽ നിന്ന് തന്നെയാണ്. ചിലപ്പോൾ ബേണിംഗ് സ്മെല്ല് നോട്ടീസ് ചെയ്യാതെയും ഇരിക്കാം. ഡാമേജ്ഡ് പാർട്സ്, ചിലപ്പോൾ ഡാമേജ്ഡ് പാർട്സും കാണപ്പെടില്ല. എവിടെയെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടായാൽ ഉടനെ കണക്ഷൻ ടൈറ്റൻ ചെയ്യേണ്ടതാണ്. ഇൻസുലേഷൻ ടെസ്റ്റ്, റെസിസ്റ്റൻസ് ടെസ്റ്റ്, കൂടാതെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇതെല്ലാം ചെയ്യുക. ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു മെഗർ ആവശ്യമാണ്, എങ്കിലേ നമുക്കിത് ചെയ്യാൻ സാധിക്കൂ. ഓരോ ടെർമിനലിലേക്കും നമ്മൾ ടെസ്റ്റ് പ്രോബ്സ് ഇടണം. അതായത് ടെർമിനൽ ബ്ലോക്സിലും അതിന്റെ ഫ്രെയിമിലുമാണ്. അത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ടെസ്റ്റ്, അതായത് അടുത്തടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ ബാറുകളിലേക്ക് നമ്മൾ ഓമിന്റെ മീറ്റർ അറ്റാച്ച് ചെയ്യുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഷോർട്ട് ആണോ ഓപ്പൺ സർക്യൂട്ട് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ മോട്ടർ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ മോട്ടർ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. ബ്രീഫായി പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ലോ റെസിസ്റ്റൻസിന് കാരണമാകും, ഓപ്പൺ സർക്യൂട്ട് ഹൈ റെസിസ്റ്റൻസിനും കാരണമാകുന്നു. കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഓം മീറ്റർ ഉപയോഗിച്ച് തന്നെ ഫീൽഡ് കോയിൽ ടെർമിനൽസിലേക്ക് നമ്മൾ ടെസ്റ്റ് പ്രോബ്സ് കണക്ട് ചെയ്ത് അതിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം ഓം മീറ്റർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഫീൽഡ് കോയിൽ ടെർമിനൽസിലേക്ക് ടെസ്റ്റ് പ്രോബ്സ് കണക്ട് ചെയ്യുന്നു. ഓം മീറ്ററിൽ കാണുന്ന ഫീൽഡ് കോയിൽ റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മീറ്റർ ഹൈ ആണെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിരിക്കും, റീഡിംഗ് ഇല്ല എങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടഡ് ആണെന്ന് നമുക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. DC മെഷീന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ, എങ്ങനെയാണ് DC മെഷീന്റെ ഭാഗങ്ങൾ സർവീസ് ചെയ്യുന്നത്, അതായത് എസ്പെഷ്യലി കമ്മ്യൂട്ടേറ്റർ. എർത്ത് ഡിഫക്റ്റ് മനസ്സിലാക്കാനായി നമ്മൾ ഷാഫ്റ്റിന്റെ ലീഡ് ഒരെണ്ണം കണക്ട് ചെയ്ത് അടുത്ത ലീഡ് നമ്മൾ മെഗറിന്റെ കമ്മ്യൂട്ടേറ്റർ ബാറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇൻസുലേഷൻ നല്ലതായിട്ട് കാണുകയാണെങ്കിൽ മീറ്ററിന്റെ റീഡിങ്സ് ഹയർ റെസിസ്റ്റൻസിലാണെന്ന് മനസ്സിലാക്കാം. താഴെ കാണുന്ന പിക്ചർ കണ്ടാൽ ഇതിന്റെ ഗുഡ് കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കമ്മ്യൂട്ടേറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം, കാര്യം മൈക്ക ഇൻസുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്ക ഇൻസുലേഷൻ റേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അണ്ടർകട്ട് ചെയ്യുക. അണ്ടർകട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്മ്യൂട്ടേറ്റർ നമ്മൾ സർവീസ് ചെയ്യാൻ പോവുകയാണ്. കാരണം പിറ്റിംഗ്സ്, റിഡ്ജസ്, ഹയർ ബാർസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ലെയ്ത്ത് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിന്റെ സ്കിന്നിങ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഉയർന്നു നിൽക്കുന്ന ബാറുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഷാഫ്റ്റിന്റെ സ്കിന്നിങ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആക്ച്വൽ കമ്മ്യൂട്ടേറ്റർ സെന്ററിൽ തന്നെയാണ് ഷാഫ്റ്റ് സെന്റർ നിൽക്കുന്നതെന്നാണ്. ഇത് നമുക്കൊരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ വഴി മനസ്സിലാക്കാൻ സാധിക്കും. ലെയ്ത്ത് മെഷീനിൽ ആർമച്ചർ നമ്മൾ മൗണ്ട് ചെയ്തതിനു ശേഷം മെല്ലെ നമ്മൾ ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂട്ടേറ്ററിന്റെ സർഫസിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയ കോപ്പറുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഉയർന്ന ബാറുകൾ, റിഡ്ജസ്, പിറ്റിംഗ്സ് എല്ലാം നമുക്ക് സർഫസ് ലെവലിന്റെ തുല്യതയിൽ എത്തിക്കാം. അതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫിനിഷിംഗ് ചെയ്ത് അതിനെ ഒന്ന് സ്മൂത്ത് ആക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ കണക്ഷൻസിന്റെ റേസേഴ്സ് ആവശ്യമുള്ളിടത്ത് റീസോൾഡറിംഗ് ചെയ്തു കൊടുക്കുക. സർവീസിങ്ങിന് ശേഷം ആർമച്ചർ നമ്മൾ ക്ലീൻ ചെയ്ത് സോൾവെന്റ് CTC ഉപയോഗിച്ച് ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുക. കൂടാതെ ബ്രഷ് ഹോൾഡറിൽ നിന്ന് ഗ്രീസും കാർബൺ പൗഡറും നമ്മൾ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് DC മെഷീന്റെ ഭാഗങ്ങൾ സർവീസ് ചെയ്യുന്നത് നോക്കാം. കാർബൺ ബ്രഷ് ഹോൾഡറിലേക്ക് കാർബൺ ബ്രഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അത് നോക്കുക, അത് ഫ്രീ ആയിട്ടാണോ സ്ലൈഡ് ആവുന്നത് നോക്കുക. എങ്കിൽ ഒരു സ്മൂത്ത് അരം ഉപയോഗിച്ച് അതിന്റെ കാർബൺ മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യുക. കാർബൺ ബ്രഷ് അതിന്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായി
കമ്മ്യൂട്ടേറ്ററിന്റെ കർവേച്ചർ സൈഡിന്റെ എൻഡിൽ നമ്മളൊരു കട്ടിയുള്ള സർഫസ് ഗ്ലാസ് പേപ്പർ ടാപ്പ് ചെയ്തതിനു ശേഷം അവിടെ കമ്മ്യൂട്ടേറ്റർ വെക്കുക. അതിനുശേഷം ബ്രഷിലേക്ക് ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്യുക. ബ്രഷ് ഹോൾഡറിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും 1.5 mm ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ബ്രഷ് ഹോൾഡറും കമ്മ്യൂട്ടേറ്റർ സർഫസും തമ്മിലുള്ള അകലമാണിത്. DC മെഷീന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് സർവീസ് ചെയ്യുക? ബ്രഷ് ഹോൾഡർ, ഇവിടെ നമ്മൾ സ്പ്രിംഗ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ വഴിയാണ് നമ്മൾ സ്പ്രിംഗ് ടെൻഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. റീഇൻസ്റ്റോളിങ്ങിനോ അല്ലെങ്കിൽ ന്യൂ ബെയറിങ്ങുകൾക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാഫ്റ്റിന്റെ ബെയറിങ്സ് നമ്മൾ പുഷ് ചെയ്യുന്നു. അത് ആർബർ പ്രസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ബെയറിങ്ങിന്റെ ഇന്നർ റിംഗിലേക്ക് ഒരു ട്യൂബ് വെച്ച് പ്രസ് ചെയ്യുന്നു. മാർക്ക് ചെയ്ത പൊസിഷനിൽ എത്തുന്നവരെയും നമ്മൾ ബെയറിങ്സ് മൂവ് ചെയ്യുന്നു. ഇനി റീക്യാപ്പ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് DC മെഷീന്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, കൂടാതെ DC മെഷീൻ ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ ഫോൾട്ട് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, DC മെഷീൻ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഓവർഹൗൾ ചെയ്യുന്നത് എങ്ങനെയാണ്, DC മെഷീന്റെ ഭാഗങ്ങളായ കാർബൺ ബ്രഷസ്, ബ്രഷ് ഹോൾഡേഴ്സ്, കമ്മ്യൂട്ടേറ്റർ എന്നിവ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്, DC മെഷീൻ എങ്ങനെ റീഅസംബിൾ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, കൂടാതെ DC മെഷീന്റെ ട്രബിൾ ഷൂട്ടിംഗ്. ഇപ്പോൾ നമ്മൾ കാർബൺ ബ്രഷസ്, ബ്രഷ് ഹോൾഡേഴ്സ്, കമ്മ്യൂട്ടേറ്റേഴ്സ് എന്നിവയുടെ മെയിൻ്റനൻസ് എന്നിവയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റൊരു കൺസെപ്റ്റുമായി നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം.